ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കൂട്ടുകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചേന, കുമ്പളങ്ങ, കായ, കറിവേപ്പില, ശർക്കര, കടുക്, ഉഴുന്നുപരിപ്പ്, ജീരകം, തേങ്ങ, വറ്റൽമുളക്. ആദ്യം തന്നെ നമ്മൾ കടലപ്പരിപ്പ് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 3 വിസിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. കടലപ്പരിപ്പ് വേവുന്ന സമയം തന്നെ നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിൽ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എല്ലാ വെജിറ്റബിൾസും ഇടുന്നുണ്ട്. എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം എടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കല്ലേ, 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഹൈ ഫ്ലെയിമിലല്ല കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. മുളക് ഒരുപാട് ഇടുന്നില്ല കേട്ടോ, കൂട്ടുകറി ആയതുകൊണ്ട്. നമ്മുടെ കടലപ്പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം തന്നെ ഇനി അടുത്തത് നമുക്ക് തേങ്ങ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാൻ ചൂടാക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലോട്ടാണ് കേട്ടോ കടുക് എല്ലാം ഇടുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിനുശേഷം എടുത്തു വെച്ചിട്ടുള്ള ഉഴുന്നുപരിപ്പ് കൂടി അതിലോട്ട് ഇടുന്നുണ്ട്. കുറച്ച് ജീരകം കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് 2 വറ്റൽമുളക് ഇടുന്നുണ്ട് കേട്ടോ. ശേഷം തേങ്ങ, ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണ്ടേ. ഈ തേങ്ങ ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ലോ ഫ്ലെയിമിലാണ് വെക്കണ്ടേ, അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ അതൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് നമ്മൾ കുറച്ച് തേങ്ങ മാത്രമായിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അതൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിൽ തേങ്ങ മാത്രമാണ് കേട്ടോ എടുക്കുന്നത്, വറ്റൽമുളകൊന്നും എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് നല്ലപോലെ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് ഓൾമോസ്റ്റ് വെന്ത പോലെ ആയിട്ടുണ്ട്. ചേനയൊക്കെ വേവ് പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച
കടലപ്പരിപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഇടയിലൊന്ന് നോക്കണേ, പാകത്തിന് ഉപ്പിടില്ലേന്ന്. ഓക്കെ, കടലയും വെജിറ്റബിൾസും കൂടി ഏകദേശം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്, കടലപ്പരിപ്പും. ഇതിലോട്ട് നമ്മൾ ആ തേങ്ങ റോസ്റ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ ആ ഒരു പോർഷൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ശർക്കരയും കൂടി ഇടുന്നുണ്ട്. ശർക്കര മധുരത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്വാണ്ടിറ്റി. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് മേലെ വിതറി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് വേവിക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ. കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ കുരുമുളകിൻ്റെ എസൻസും കൂടി ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് അടച്ച് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.